നമസ്കാരക്കാരുണ്ട്. ആ നമസ്കാരത്തെ പറ്റിയിട്ട് റസൂല് പറഞ്ഞത് കപടന്മാരുടെ നമസ്കാരമാണ് എന്നാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളെല്ലാവരും കഴിവിൻ്റെ പരമാവധി സമയത്ത് തന്നെ നമസ്കരിക്കുന്ന ആൾക്കാരാണ്, ജമാഅത്തുകൾ സംബന്ധിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനെ ചില നമസ്കാരക്കാളെ നമ്മൾ സുലഭമായി കാണുന്നു എന്ന് പറയുമ്പോൾ ആ നമസ്കാരത്തിൻ്റെ രീതിയെ സംബന്ധിച്ചാണ്, അതിൻ്റെ ഗൗരവത്തെ പറ്റിയാണ് ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ, ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച ഒരു 5 തരം നമസ്കാരങ്ങളുണ്ട്. അത് ഇങ്ങനെയാണ്. ഒന്ന്, തീരെ അല്ലാഹു പരിഗണിക്കപ്പെടാത്ത ചില നമസ്കാരങ്ങളാണ്. അത് നേരത്തെ പറഞ്ഞ തിൽക സ്വലാത്തുൽ മുനാഫിഖ് എന്ന് റസൂല് പറഞ്ഞ ആ നമസ്കാരങ്ങളാണ്. അതുപോലെ വൈലുൽ ലിൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തെ സംബന്ധിച്ച് ശ്രദ്ധയില്ലാത്ത ആൾക്കാരുമാണ്. അങ്ങനത്തെ നമസ്കാരക്കാർ അല്ലാഹു തആല തീരെ പരിഗണിക്കാത്ത നമസ്കാരക്കാരാണെന്ന് ഉലമാ പറയുന്നുണ്ട്. രണ്ടാമത്, നമസ്കരിക്കുന്നതൊക്കെ കൃത്യ സമയത്ത് തന്നെയാണ്, അതിൻ്റെ ഫർളുകളൊക്കെ പാലിക്കുന്നുണ്ട്, ഷർത്തുകളും പാലിക്കുന്നുണ്ട്. പിന്നെ എന്താണ് കുഴപ്പം? പണ്ഡിതന്മാരെ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചു, ഒരുപക്ഷെ ഇത് ഞാൻ പറയുമ്പോൾ ഞാനടക്കമുള്ള നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥയെ പറ്റിയാണ്. വേളുകളും അതുപോലെ തന്നെ റുക്നുകളും ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള നമസ്കാരം കൃത്യസമയത്ത് തന്നെയാണ്. പക്ഷെ ഖുശൂ ഉണ്ടാവുകയില്ല, ഭക്തി നമസ്കാരത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, ശ്രദ്ധ പരിപൂർണമായിട്ട് നമസ്കാരത്തിൽ തന്നെ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത ചില ആൾക്കാർ, അങ്ങനെയുള്ള നമസ്കാരക്കാരുണ്ട് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തി വെച്ചു. മൂന്നാമത് അവർ പറഞ്ഞത്, ഭംഗിയായി ചെയ്യും, ഖുശൂവായി യുദ്ധത്തിലേർപ്പെടും എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുമ്പോൾ ശ്രദ്ധ പല ഭാഗത്തേക്കും പോകും. പള്ളിയിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ ശ്രദ്ധ വീട്ടിലുള്ള എന്തെങ്കിലും കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള ഒരു കടത്തെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ളൊരു കടത്തെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഐഡിയകൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെ പലതിലേക്കും മനസ്സ് പോയിക്കൊണ്ടിരിക്കും. എന്നാലും ആ മനസ്സ് നമസ്കാരത്തിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാനുള്ള ഒരു യുദ്ധം ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. മൂന്നാമത്തെ വിഭാഗമാണത്. ഒരു ഹൻസറി എന്ന് പറയുന്ന ഒരു പിശാചുണ്ട്, ആ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു പിശാചുണ്ട്. ആ പിശാചാണ് മനുഷ്യന്റെ മനസ്സിനെ പല ഭാഗത്തേക്കും വലിച്ചു കൊണ്ടുപോകുന്നത്. നാലാമത് അവർ പറയുന്ന, പണ്ഡിതന്മാർ പറയുന്നത്, ഖുശൂ പൂർണ്ണമായും ഉണ്ടാകും, അള്ളാഹുവിന്റെ മുന്നിലാണ് എന്നുള്ളൊരു ഭയത്തോടു കൂടി നമസ്കരിക്കുന്ന ആൾക്കാർ. ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി നമസ്കരിക്കുന്ന ചില ആൾക്കാർ. അഞ്ചാമത്, ഖൽബ് അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് നമസ്കരിക്കുന്ന ആൾക്കാർ. ഇങ്ങനെ 5 തരം നമസ്കാരങ്ങളെ പറ്റിയിട്ട് ഉലമാ നമുക്ക് പറഞ്ഞു തരുന്നു. ഇതില് നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഏത് നമസ്കാരത്തിൽപ്പെട്ടതാണ്? ഒന്നുമില്ലെങ്കിൽ ആ മൂന്നാമത്തെ ഖുശൂവിനോട് യുദ്ധം ചെയ്ത് പോരാടിക്കൊണ്ട് ആ ശ്രദ്ധ നമസ്കാരത്തിലേക്ക് തന്നെ കേന്ദ്രീകരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ നമസ്കാരക്കാരെങ്കിലും നമുക്കാകേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ പറ്റിയൊക്കെ നമ്മൾ ഹദീസിൽ കാണുന്നത്, ചീനച്ചട്ടിയിൽ, ചൂടുള്ള ചീനച്ചട്ടിയിൽ വെള്ളമൊഴിച്ചാൽ ഉണ്ടാകുന്ന ഒരു ശബ്ദം അതുപോലെ തേങ്ങിക്കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം എന്ന് പറയുമ്പോൾ. അവിടെ അതിൻ്റെ അയലത്തൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി നമ്മുടെ നമസ്കാരത്തിൽ ഭക്തി ഉണ്ടാക്കിയെടുക്കാൻ, ശ്രദ്ധ മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നതിൽ നിന്ന് നമസ്കാരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ ആമുഖത്തിൽ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ,
നമസ്കാരത്തിന് ഭക്തിയുള്ള ആൾക്കാരും ഭക്തിയുള്ള വിശ്വാസികൾ വിജയിച്ചിട്ടുണ്ട് എന്ന്, അവരാണ് വിജയിച്ചത് എന്ന് അല്ലാഹു തആല പറയുന്നു. ആ ഭക്തിയുള്ള നമസ്കാരത്തിൽ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന വിശ്വാസികളായ വിജയികളായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ഉൾപ്പെടേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.